അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷഫീഖാണ്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ലേ, റാഹത്തല്ലേ? ചങ്കളെ ജോബ് വേക്കൻസി ഉണ്ട് കേട്ടോ. ജോബ് വേക്കൻസി മുന്നായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് എപ്പോഴും പറയണത് തന്നെയാണ്. വേക്കൻസി വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടും വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ജോബ് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അല്ലാതെ നിങ്ങൾ വെറുതെ ചുമ്മാ എന്നെ പറ്റുമോ, എത്ര ഏജ് പറ്റുമോ, പിന്നെ ഞാൻ നാട്ടിലാണ് എന്നെ പറ്റുമോ, ഞാൻ അതിൽ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോസ് ആണെങ്കിലും എൻ്റെ ജോബ് വേക്കൻറ്റ് കോൺടാക്ട് നമ്പറിൽ സ്റ്റാറ്റസിലെ വേക്കൻസിക്കും നമ്മൾ പറയലുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും വീണ്ടും നമ്മളങ്ങനെ ഒരാളോ രണ്ടാളൊന്നല്ല 10,000-15,000 പേരോളം ഉണ്ടാവും വാട്സപ്പ് നമ്പറിൽ. അപ്പോൾ ഇത്രയും ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നാൽ നമുക്കിതിന് റീപ്ലൈ കൊടുക്കാതിരുന്നാൽ അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യക്കാർ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വേക്കൻസി ഉള്ളത് റിയാദിലേക്കാണ്. ഓക്കെ, റിയാദിൽ ഒരു ചൈനീസ് കുക്കിനെ വേണം. ചൈനീസ് കുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എക്സിറ്റ് 12-ലേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ സുലൈമാനിലേക്ക് ഒരു ചൈനീസ് കുക്കിന് ഒരു ഹെൽപ്പറും വേണം. അതുപോലെ സുലൈമാനിലേക്ക് ഒരു ചൈനീസ് കുക്കിൻ്റെ ഹെൽപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ ഹെൽപ്പറല്ല, ചൈനീസ് കുക്കിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും ഇതൊക്കെ അറിയുന്ന ഒരു ഹെൽപ്പറാണ് വേണ്ടത് കേട്ടോ. അതും സൗദിയിലുള്ള ആൾക്കാണ് ആ വേക്കൻസി ഉള്ളത്. ഓക്കെ, ആ 2 വേക്കൻസി. അതുപോലെ തന്നെ കേരള സൗത്ത് ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു പണ്ടാരിനെ, ഒരു കുക്കിന് ആവശ്യമുണ്ട് കേട്ടോ. അത്യാവശ്യം എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരിക്കണം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കി. അതും നമുക്ക് സൗദിയിലുള്ള ആൾക്കാണ് കേട്ടോ വേക്കൻസി ഉള്ളത്. എക്സിറ്റ് 16-ലേക്ക് ഒരു മാനേജർ പോസ്റ്റ് ഉണ്ട്. ബില്ലിങ്ങും ക്യാഷ്യറൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാണ് വേക്കൻസി ഉള്ളത്. ഓക്കെ, അത് എക്സിറ്റ് 16-ലേക്കാണ് കേട്ടോ. അതും ഓൾറെഡി സൗദിയിലുള്ള ആളുകളാണ് എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കഫ്സ മുഅല്ലിമിനെ വേണം. ഷവായ, അൽഫാം, ബുഹാരി ഇതിൻ്റെയൊക്കെ വർക്ക് അറിയണേ. ഇനിയിപ്പോൾ മലയാളികൾ അറിയണ പാകിസ്ഥാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഫ്ഗാനികളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതല്ല, നമ്മളെ ആളുകൾ മലയാളീസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കൊണ്ടു. അതും സൗദിയിലുള്ള ആളുകളെയാണ് വേണ്ടത് കേട്ടോ. നാട്ടിലുള്ള ആളുകളെ നമ്മൾ സെപ്പറേറ്റ് പറയും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ വേക്കൻസികൾക്കൊക്കെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കിട്ടോ. 9895331557 989531 ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഈ വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടൊന്ന് മെസ്സേജ് അയച്ചോളൂ. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാറ്റസിലും നമ്മൾ ജോബ് വേക്കൻസിൻ്റെ എമർജൻസി വേക്കൻസി വരുന്നതൊക്കെ നമ്മൾ സ്റ്റാറ്റസിലും ഷെയർ ചെയ്യലുണ്ട് കേട്ടോ. ചില ടൈമിൽ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് വേക്കൻസികൾ വരവ്. ഖത്തറിലേക്ക് ഒരു അറബി വീട്ടിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. അത് GCC ലൈസൻസ് വേണം കേട്ടോ. ഒറിജിനൽ കയ്യിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പയർ ആയാലും കുഴപ്പമൊന്നുമില്ല. 1500 റിയാലും റൂമും ഉണ്ട്, ഫുഡും ഉണ്ടാവും. GCC ലൈസൻസ് പറയുമ്പോൾ ബഹ്റൈനോ സൗദിയോ കുവൈത്തോ ഒമാനോ ഏത് ലൈസൻസ് ആണെങ്കിലും കുഴപ്പമില്ല. 1500 റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. അതിലിപ്പോൾ നമുക്ക് ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 35 വയസ്സാണ്. ഞാൻ ഏകദേശ വേക്കൻസികൾക്കൊക്കെ ഏജിൻ്റെ ലിമിറ്റ് പറയും. ഏജിൻ്റെ ലിമിറ്റ് പറയാത്തത് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഏജിൻ്റെ ലിമിറ്റിൽ 40 വയസ്സുള്ള ആൾ വന്നിട്ട് പറ്റുമെന്ന് ചോദിക്കരുത്. ഇത് നമുക്ക് ഇവർ പറയുന്നതാണ്, നമ്മൾ നിങ്ങളോട് പറയാം. ഓക്കെ, 35 വയസ്സാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിന് അകത്തുള്ള ആളുകൾ മെസ്സേജ് അയക്കിട്ടോ. പിന്നെ വഗ്ര എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, ഖത്തറിൽ. അപ്പോൾ വിസക്ക് ചെറിയൊരു ക്യാഷ് വരും. അപ്പോൾ അതിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കുവൈത്തിലൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ലേബർമാരെയും ആവശ്യമുണ്ട്, ക്ലീനിങ് സ്റ്റാഫുകളെയും ആവശ്യമുണ്ട്. ഓക്കെ, ടോട്ടൽ സാലറി അവർ പറഞ്ഞിട്ടുള്ളത് 180 കുവൈത്ത് ദിനാറാണ്. അഥവാ നാട്ടിലെ 49,000 രൂപ. ബേസിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് 80 KD, പിന്നെ ഓവർ ടൈമായിട്ട് 40 KD, ട്രാൻസ്പോർട്ടേഷന് 20 KD, ഫുഡിന് 20 KD, അക്കോമഡേഷന് 20 KD. അങ്ങനെ ടോട്ടലാണ് 180 KD കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി ടൈം 8 മണിക്കൂർ ഡ്യൂട്ടി ടൈമും 4 മണിക്കൂറും
ഓവർ ടൈമാണ്. അപ്പോൾ ആ 4 മണിക്കൂർ ഓവർ ടൈമും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 150 KD പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 വർഷത്തെ ഈ ജോലിയിൽ 2 വർഷം ജോബ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ അറിയണ ആളായിരിക്കണം കേട്ടോ. അത് ഏജിൻ്റെ ലിമിറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 30 വയസ്സാണ്. 30 വയസ്സിനകത്തുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക. അതും എക്സ്പെൻസ് വരുന്നുണ്ട് അതിന്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ കുവൈത്തിലേക്ക് കോഫി മേക്കർമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കുറച്ച് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടു, ഇങ്ങനെ 1 കൊല്ലം ഉണ്ട്, ഞാൻ അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് കോഫി ഷോപ്പ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കും. കോഫി ഷോപ്പിൽ ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ പറഞ്ഞ ഒരാളാകാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം. ഏജിൻ്റെ ലിമിറ്റ് 32 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഡ്യൂട്ടി ടൈമും കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ നിങ്ങൾ PM വരും. അതിന് ചെറിയൊരു എക്സ്പെൻസ് വരും. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ PM വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ജിദ്ദയിലേക്ക് ഒരു ബസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട്. അത് ഓൾറെഡി സൗദിയിലുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ബസ് ഓടിക്കണ ലൈസൻസ് വേണം നിർബന്ധമായിട്ടും, അതേ പ്രൊഫഷനും ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സായിക്കാസ് പ്രൊഫഷൻ പറ്റൂല. നാട്ടിലെ ലേവി ഉണ്ടെന്ന് പറഞ്ഞാണ്ട് അതും പറ്റൂല. സൗദിയിലെ ബസ് ഓടിക്കണ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കും കേട്ടോ. അതുപോലെ തന്നെ റിയാദിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുള്ള, റിയാദിൽ സെയിൽസ്മാനായി ജോബ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല ഒരാൾക്ക് ഒരു വേക്കൻസി ഉണ്ട് കേട്ടോ. അറബി ഇംഗ്ലീഷൊക്കെ നല്ല സംസാരിക്കാൻ അറിയണം. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സാണ്. 40 വയസ്സിനകത്തുള്ളവർ മാത്രം സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കും കേട്ടോ. നാട്ടിൽ ഉള്ള ആളുകൾ മെസ്സേജ് അയക്കേണ്ട, സൗദിയിലുള്ള ആളുകൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഫുഡിൻ്റെ കമ്പനിയിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് സെയിൽസ്മാനായിട്ട്. എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഏജിൻ്റെ ലിമിറ്റ് 35 വയസ്സാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. അതുപോലെ തന്നെ കമ്മീഷനും കാര്യങ്ങളും ഇൻസെൻറ്റീവും അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സൗദിയിലുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതിൽ പിന്നെ വേറെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ലൈസൻസ് ഉള്ളവർക്കും ബന്ധപ്പെടാം, ഹെവി ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏജിൻ്റെ ലിമിറ്റ് 35 വയസ്സാണ്. 36 ഉണ്ട് 37 ഉണ്ടാണ് അങ്ങോട്ട് മെസ്സേജ് അയക്കല്ലേ. 37 വയസ്സില്ല കൊടുത്തോൾക്കൊന്നും അതിക്ക് അവർ ഓക്കെ ആയിട്ടില്ല. അവർക്ക് 35 വയസ്സിനകത്ത്. ഈ കമ്പനികളിലെ ഈ വേക്കൻസികൾ പറയുമ്പോൾ ഏജ് എത്ര അവർ ലിമിറ്റ് പറഞ്ഞിട്ടുള്ള വെച്ച് ആ ലിമിറ്റ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ മുകൾക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് ഞങ്ങളോട് എന്ത് പറയില്ല, ഞാൻ പറയണ ഏജിൻ്റെ ലിമിറ്റിൻ്റെ അകത്തില്ല ഒരു മെസ്സേജ് അയക്കിയെന്ന് പറയണേ. നിങ്ങൾ ചോദിക്കുമ്പോൾ നമ്പർ തരാതിരിക്കാൻ എനിക്ക് പറ്റൂല. അപ്പം നിങ്ങൾക്ക് എന്താവും എന്നിട്ട് ദേഷ്യമാവും. ഞാൻ നമ്പർ തരും, നിങ്ങൾ അവർക്ക് മെസ്സേജ് അയക്കും, അവർ പറയും അത് പറ്റില്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്നോട് പറയും ഷഫീഖ ഭായി അത് പറ്റൂല, അവർക്ക് 35 വയസ്സ് തന്നെ വേണമെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണ ഏജിൻ്റെ ലിമിറ്റിൻ്റെ അകത്തുള്ളവർ മാത്രം മെസ്സേജ് അയക്കും. ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് 2 പേർക്ക് വേക്കൻസി ഉണ്ട്, ഓൾറൗണ്ടർ പ്ലസ് മാനേജറായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു 3 വർഷമെങ്കിലും അതിൽ ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറബി ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനും കാര്യങ്ങളും അറിയുന്ന ആളായിരിക്കണം. ലൊക്കേഷൻ ഉള്ളത് ബീഷ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ തരാം, നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ വേക്കൻസിക്കും സൗദിയിലുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895 331 557. ഈ നമ്പറിൽ വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇൻഷാ അള്ളാ നെക്സ്റ്റ് അടിപൊളി ഒരു ജോബ് വേക്കൻസി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.